അധ്യായം 4. എൻ്റെ ജീവിത മരുഭൂമിയിലെ മരുപ്പച്ചയ്ക്ക് കാലം 3 മാസമേ ആയുസ് കൽപ്പിച്ചിരുന്നുള്ളൂ. ഗർഭമലസി എന്ന സാമ്പ്രദായിക വാക്കോടുകൂടി അതും ചരിത്രത്തിൽ വിലയം പ്രാപിച്ചു. കുഞ്ഞിന് ഹൃദയമിടിപ്പില്ല എന്നതായിരുന്നു സാങ്കേതികമായ കാരണം. എനിക്കതിൽ തീരെ അത്ഭുതം തോന്നിയില്ല. ഹൃദയം തറന്ന ഒരു അമ്മയ്ക്കും ഹൃദയം മരവിച്ച അച്ഛനും എങ്ങനെ ഹൃദയമിടിപ്പുള്ളൊരു കുഞ്ഞ് ജനിക്കും? തൻ്റെ രക്തത്തെ ചുമന്നവൾ ആ അവസ്ഥയിലാണെന്നറിഞ്ഞിട്ടുകൂടി ശരത്തൊന്നും വന്നില്ല. അമ്മയുടെ കയ്യിൽ ആശുപത്രിയിലെ ചെലവിനായുള്ള പണം എത്തിച്ചു നൽകി. അയാൾ നല്ലൊരു പുരുഷനാണ് എന്ന് വീണ്ടും പ്രസ്താവിച്ചു. അപ്പോഴും ഭർത്താവ് എന്ന പദവിയിലേക്ക് നീതി കിട്ടാതെ അയാൾ നിലയുറച്ചു. എൻ്റെ യോനി പുകയുവാൻ തുടങ്ങി. ജീവനില്ലാത്ത ആ മാംസത്തുണ്ടിനെ പുറത്തെടുക്കുവാൻ യോനിയിൽ എന്തോ മരുന്ന് വെച്ചിരിക്കുന്നു. സ്വയം പുകഞ്ഞു തുടങ്ങിയ ഞാൻ മരുന്നുകളുടെ പുകച്ചിലിനെ അത്ര ഗൗരവമായി എടുത്തില്ല. പക്ഷേ അവിടെയും ഞാൻ പരാജയപ്പെട്ടു. ആ വേദന എന്നെ പതിയെ കീഴ്പ്പെടുത്തി. ശരീരം മരുന്നായി കലഹിക്കാൻ തുടങ്ങി. നട്ടെല്ലു മാംസത്തിൽ നിന്ന് നടന്നു പോകുന്നത് പോലെ തോന്നി. ഞാൻ മരണത്തിന് കീഴ്പ്പെടാൻ പോകുന്നതായി എൻ്റെ ഉപബോധ മനസ്സാർ തിരുമ്പി. ബാത്റൂമിലെത്തി തൊണ്ട മുറിഞ്ഞ് ഛർദ്ദിച്ചു. ആ നിമിഷം എൻ്റെ തുടയിലൂടെ എന്തോ ഒന്ന് താഴേക്ക് ഊർന്നു വീഴുന്നതായി ഞാൻ അറിഞ്ഞു. എന്നിലൊരമ്മയുടെ നിഴൽ അറിയിച്ചു തന്ന രൂപം പ്രാപിക്കാത്ത എൻ്റെ കുഞ്ഞിൻ്റെ ശവമാണതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ മാംസത്തുണ്ടിനെ ഞാൻ എൻ്റെ ഛർദിയിലും രക്തത്തിലും അടക്കം ചെയ്തതായി എനിക്ക് തോന്നി. എൻ്റെ ബോധത്തെ ഇരുട്ടുപാടെ വിഴുങ്ങി. കണ്ണു തുറന്നപ്പോൾ അയാളെ ഞാൻ തേടി. അയാൾ എന്നെ ചുംബിക്കുമെന്ന് കൊതിച്ചു. എൻ്റെ മുടിയിഴകളെ അയാൾ തലോടുവാൻ കൊതിച്ചു. എൻ്റെ നനഞ്ഞ കണ്ണുകളിലേക്ക് അയാൾ ആർദ്രമായി നോക്കുവാൻ കൊതിച്ചു. എൻ്റെ പുകയുന്ന അടിവയറിൽ അയാളുടെ കൈവിരലുകളുടെ ലാളനയ്ക്കായി കൊതിച്ചു. ഇതിനെല്ലാം അപ്പുറം വിഷമിക്കരുത് എന്ന ഒറ്റ വാക്കിനു കാതുകൾ കൂർപ്പിച്ച് അയാൾക്കായി ഞാൻ കാത്തിരുന്നു. ഒന്നും സംഭവിച്ചില്ല. ഒന്നൊഴിച്ച് എൻ്റെ ആത്മാവ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുമാത്രം സംഭവിച്ചു. അതുമാത്രം. അപ്പോഴും ആ ലേബർ റൂമിൽ ജനങ്ങളുടെ ആരവങ്ങൾ മുഴങ്ങി. വരവേൽപ്പ് ഗീതങ്ങളുമായി കുഞ്ഞുങ്ങൾ ഉറക്കെ കരഞ്ഞു. ഞാനും കരഞ്ഞു. ജനിക്കാതെ പോയ ആ കുഞ്ഞിനെ ഓർത്ത്. ജനിക്കുന്നതിന് മുമ്പേ മോക്ഷം നൽകേണ്ടി വന്ന ഞാൻ എന്ന അമ്മയെ ഓർത്ത്. ഇനിയും ജീവിച്ചു തീർക്കേണ്ട യാഥാർത്ഥ്യങ്ങളെ ഓർത്ത്. മാന്യമഹാജനങ്ങളെ, നിങ്ങളുടെ എൻ്റെ ആത്മാവ് കൊല ചെയ്യപ്പെടുന്നതിൻ്റെ ദൃക്സാക്ഷികൾ. രഘു എന്നിൽ കുത്തിവെച്ച വിഷം ശരീരമാകെ പടർന്നു തുടങ്ങിയിരിക്കുന്നു. പ്രണയം പടർന്നാൽ പിന്നെ അവിടെ ഭൂതകാലമില്ല, ഭാവിയില്ല. ഇവയെല്ലാം വർത്തമാനത്തിലേക്ക് തളയ്ക്കപ്പെടും. അതെ, ഭൂതകാലം അറിയുന്നതിന് മുമ്പ് എനിക്കെൻ്റെ ആത്മാവിനെ കൊല ചെയ്തവരെ വിസ്തരിക്കണം, വിധി നടപ്പിലാക്കണം. അധ്യായം 5. നീ പുഞ്ചിരിക്കാതിരിക്കൂ. നീ എന്നെ തലോടാതിരിക്കൂ. നീ എന്നെ അമർത്തി ചുംബിക്കാതിരിക്കൂ. നീ എന്നെ ആലിംഗനം ചെയ്യാതിരിക്കൂ. വിഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ സ്വീകരിച്ചു പോകുന്നു. വിഷം, പ്രണയവിഷം, കൊടും വിഷം, അല്ലെങ്കിൽ തന്നെ വരണ്ട തൊണ്ടയ്ക്ക് എന്ത് വിഷം? ദാഹം മാത്രം. അത് കുടിക്കുക തന്നെ. കേസ് നമ്പർ OP 134/2018. ആത്മാവ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. പരാതിക്കാരി ഭദ്ര വിശ്വനാഥ്. ഞാൻ തന്നെ കോടതിയും വക്കീലും ജഡ്ജിയുമാകുന്നു. എൻ്റെ ആത്മാവ് കൊല ചെയ്യപ്പെടുവാൻ കാരണക്കാരായ ഓരോ മനുഷ്യരെയും ഞാൻ വിസ്തരിക്കും, വിധി നടപ്പിലാക്കും. സാക്ഷി പറയാൻ നിങ്ങൾ കാത്തിരിക്കൂ. ദയവായി കൂറുമാറരുത്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഞാനത് അനുഭവിച്ചതാണ്. ഇനിയും കൊല ചെയ്യപ്പെടുവാൻ എനിക്ക് ആത്മാവില്ല എന്ന സത്യം മനസ്സിലാക്കൂ. 1-ാം പ്രതി ശരത്. എനിക്കായി ഇനിയും എഴുതി പൂർത്തീകരിക്കാത്ത നീതിന്യായ പുസ്തകത്തിൽ കൈവച്ച് സത്യം ചെയ്യുവാൻ അയാൾക്ക് ഭാഗ്യമുണ്ടായില്ല. ബഹുമാനപ്പെട്ട കോടതി, ഈ വ്യക്തിയോട് എനിക്ക് ചോദിക്കാനും പറയുവാനും ഒന്നുമില്ല. ഇയാൾ എൻ്റെ ആത്മാവിനെ കൊന്നതിൽ മുഖ്യ ആസൂത്രകൻ. അതുമാത്രമാണ് സത്യം. 2-ാം പ്രതി പടിക്കൽ വീട്ടിൽ ജോസഫിൻ്റെ മകൻ ഷാരോൺ ജോസഫ്. പേര് ഷാരോൺ ജോസഫ്. ഭദ്രയെ അറിയുമോ? അറിയും. എങ്ങനെയാണ് പരിചയം? ഡിഗ്രി കാലത്തുള്ള പരിചയമാണ്. നിങ്ങൾ പ്രണയത്തിലായിരുന്നുവോ? പ്രണയിച്ചിരുന്നു. ഇപ്പോൾ പ്രണയിക്കുന്നില്ല എന്നാണോ? ഭദ്രയുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞാൽ പ്രണയിക്കാൻ പാടില്ലെന്നാണോ? വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ പ്രണയിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നു. എന്നാര് പറഞ്ഞു? അത്തരം പ്രണയത്തെ അഭിഹിതം എന്നാണ് വിളിക്കാറ്. സദാചാരവാദിയാണോ? സദാചാരം ആവശ്യമാണ് സമൂഹത്തിൽ ജീവിക്കുവാൻ. സ്വയം തെറ്റായി മാറുന്ന കാലത്തും ഈ ചിന്തകൾ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എങ്കിൽ പറയൂ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നുവോ? അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. ഭദ്രയാണ് അത് കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. എന്നിട്ട് എന്താണ് ആ ആഗ്രഹം നടക്കാതെ പോയത്? എൻ്റെ വീട്ടിലെ ചില എതിർപ്പുകൾ ഉണ്ടായി.
അപ്പോൾ നിങ്ങൾ കണ്ടത് സ്വപ്നമാണ്. അതിനെ ആഗ്രഹമെന്ന് വിളിക്കാൻ കഴിയില്ല. പ്രണയത്തിൽ സ്വപ്നങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം. ആഗ്രഹം, സ്വപ്നം എന്ന വാക്കുകളുടെ അർത്ഥങ്ങൾക്ക് വലിയ അകലമുണ്ട്. നിങ്ങൾ ചുംബിച്ചിട്ടുണ്ടോ? ഉണ്ട്. എത്ര തവണ? എണ്ണം അറിയില്ല. നിങ്ങൾ ആലിംഗനം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. പക്ഷേ എത്ര തവണയെന്നറിയില്ല. നിങ്ങൾ ശരീരം പങ്കിട്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. വിചിത്രം. നിങ്ങൾ ചുംബിച്ചിരിക്കുന്നു, ആലിംഗനം ചെയ്തിരിക്കുന്നു. അതിന് ശരീരം പങ്കിടൽ എന്നൊരർത്ഥമുണ്ടോ? പരസ്പരം ചുണ്ടുകൾ പതിയാതെ നിങ്ങൾ ചുംബിച്ചു എന്നാണോ? ശരീരങ്ങൾ ചേരാതെ ആലിംഗനം ചെയ്തു എന്നാണോ? അപ്പോൾ ഇതെല്ലാം ശരീരം പങ്കിടലല്ലേ? ഞാൻ വിഷമിപ്പിക്കുന്നില്ല. എന്തായിരുന്നു വീട്ടിലെ എതിർപ്പ്? ഞങ്ങൾ 2 മതത്തിൽപ്പെട്ടവരായിരുന്നു. പ്രണയിച്ചപ്പോൾ, ചുംബിച്ചപ്പോൾ, ആലിംഗനം ചെയ്തപ്പോൾ, സ്വപ്നം കണ്ടപ്പോൾ അത് അറിഞ്ഞുകൂടായിരുന്നുവോ? അത് വാക്ക് കൊടുത്തിരുന്നു ഒരുമിച്ചുണ്ടാകുമെന്ന്. കൊടുത്തിരുന്നു. IPC സെക്ഷൻ 415 പ്രകാരം വിശ്വാസവഞ്ചന കുറ്റമാണെന്നറിയുമോ? അത് വിശ്വാസവഞ്ചനയല്ല, എൻ്റെ സാഹചര്യവും അവസ്ഥയും അതായിരുന്നു. എല്ലാ കുറ്റകൃത്യങ്ങളിലും ഒരു സാഹചര്യമുണ്ടാകും. താങ്കളെ ഞാൻ കുറ്റം പറയുന്നില്ല. ശരി, നിങ്ങൾക്ക് മാറി നിൽക്കാം. 3-ാം പ്രതി പാലാഴിയിൽ പരേതനായ വിശ്വനാഥിൻ്റെ ഭാര്യ രമാദേവി. ഭദ്രയെ അറിയുമോ? എൻ്റെ മകളാണ്. മകൾക്ക് പ്രണയമുള്ളതായി അറിവുണ്ടായിരുന്നോ? അറിയുമായിരുന്നു. എന്തായിരുന്നു താങ്കളുടെ നിലപാട്? ആ ബന്ധത്തെ എതിർത്തിരുന്നു. നിങ്ങൾ പ്രണയിച്ചല്ലേ വിവാഹം കഴിച്ചത്? അതെ. പിന്നെ എന്തേ മകളുടെ കാര്യത്തിൽ എതിർപ്പ് കാണിച്ചു? ഞാനും വിശ്വേട്ടനും ഒരേ സമുദായക്കാരായിരുന്നു. വിചിത്രം. അമ്മയുടെ ന്യായം മകൾക്ക് ന്യായം. ശരത്തുമായുള്ള വിവാഹത്തിൽ മകൾക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടായിരുന്നുവോ? എതിർപ്പ് കാണിച്ചില്ല. മകളുടെ ആത്മാവ് കൊല ചെയ്യപ്പെട്ടതായി അറിഞ്ഞിരുന്നുവോ? അറിഞ്ഞിരുന്നു. അതിനു മുമ്പ് അവൾ എന്തെങ്കിലും പറഞ്ഞതായി ഓർമ്മയുണ്ടായോ? വിവാഹശേഷം അവൾ എന്നോട് അധികം സംസാരിക്കാറില്ലായിരുന്നു. ഒരിക്കൽ എന്നെ കാണാൻ വന്നു. കുറേ കരഞ്ഞു. കാരണം ചോദിച്ചിട്ട് പറഞ്ഞില്ല. കുറച്ച് ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാനത് കാര്യമാക്കിയില്ല. ഞാൻ തിരികെ കൊണ്ടുവിട്ടു. സൗന്ദര്യ പിണക്കങ്ങൾ ഇല്ലാത്ത ദാമ്പത്യമില്ലല്ലോ. ശരത്തിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ലവനാണ്. എൻ്റെ മോളെ നന്നായി നോക്കിയിരുന്നു. നല്ലതുപോലെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ? ശരത്ത് നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ മകളോ? പെണ്ണല്ലേ, ചെറുതു മതി ഊതിപ്പെരിപ്പിക്കുവാൻ. നിങ്ങൾക്ക് ഭയമുണ്ടോ? എന്തിന്? മകളുടെ ദാമ്പത്യം തകർന്നാൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വം ഓർത്ത്. നിങ്ങളുടെ വളർത്തുദോഷത്തെക്കുറിച്ചുള്ള പാണൻ പാട്ടുകളെ ഓർത്ത്. അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. മാറി നിൽക്കൂ. കോടതി വിരിഞ്ഞു. നിങ്ങൾ കോടതി മുറിയിൽ നിന്നിട്ടുണ്ടോ? കറുപ്പിൻ്റെ നിഴൽ വിരിച്ച നീതിയും അനീതിയും പരസ്പരം പോരാടുന്ന ഭൂമിക. അവിടെ നീതി അനീതിയായും അനീതി നീതിയായും വേഷപകർച്ച നടത്താറുണ്ട്. വിസ്താരകൂട്ടിൽ വിയർപ്പ് കണങ്ങൾ തളം കെട്ടിയിരിക്കും. ചൂട് ചോരയുടെ ഗന്ധം മൂക്കിലേക്ക് ഇരച്ചു കയറും. ഒടുവിൽ എല്ലാം കറുപ്പാകും. ശരിയും തെറ്റുമില്ലാത്ത കറുപ്പ്. ജനനവും മരണവുമില്ലാത്ത കറുപ്പ്. പ്രണയവും വിരഹവുമില്ലാത്ത കറുപ്പ്. രഘു എന്നെ പ്രാപിച്ചപ്പോൾ ഞാനും ആ കറുപ്പായി മാറിയിരുന്നു.